ശരിക്കും എന്താ മാഡത്തിന്റെ മനസ്സിൽ? സത്യം പറഞ്ഞ എന്റെ മനസ്സ് ഫുൾ ബ്ലാങ്ക് ആണ്. ഒരു പ്ലെയിൻ ബ്ലാക്ക് ബോർഡ് പോലെ. മനോഹരമായ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് ഒരു കാവ്യം സൃഷ്ടിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. അതെങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ച് ഇനി ആലോചിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നല്ലത് ചെയ്ത് ജീവിക്കാം. ബൈ രാജാറാം സർ. ശ്രീലക്ഷ്മിയാണല്ലോ. സർ, താനവിടെ ഓക്കെ അല്ലേ? എനിക്കവിടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. സർ, ഞാൻ ഓക്കെയാണ്. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എന്നെക്കുറിച്ച് ഓർത്ത് സാറ് വിഷമിച്ചിരിക്കരുത്. സാർ ഓക്കെ അല്ലേ? ഐ എം നോട്ട് ഓക്കെ ശ്രീലക്ഷ്മി. സർ, താൻ എൻ്റെ കൂടെ ഇല്ലാത്ത ഈ നിമിഷങ്ങൾ വീണ്ടും ഞാൻ തനിച്ചായി പോയോ എന്നൊരു ചിന്ത എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അയ്യോ, സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാനൊരിക്കലും സാറിന് തനിച്ചാക്കോ സാറിൽ നിന്ന് അകലുകയോ ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? 1-2 ദിവസം കഴിഞ്ഞാൽ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വരില്ലേ? ആ 1-2 ദിവസങ്ങൾ എനിക്ക് യുഗങ്ങൾ പോലെയാണ് ശ്രീലക്ഷ്മി. ഐ മിസ് യു. താനില്ലാത്ത ഓരോ നിമിഷവും ഞാൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയാണ്. എനിക്ക് സാറിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സർ. സർ, സാർ ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? സാറ് ഭയക്കുന്ന പോലെ എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് ഭ്രാന്തൊന്നുമില്ല സർ. ശ്രീലക്ഷ്മി പ്ലീസ്, താൻ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ. ഐ എം സോറി അബൌട്ട് ദാറ്റ്. അതൊക്കെ പോട്ടെ, സാർ എന്തേലും കഴിച്ചോ? ഞാൻ കഴിച്ചു. എന്തിനാ സാർ എന്നോട് നുണ പറയുന്നത്? നുണയല്ലടോ, ഞാൻ കഴിച്ചു. സാറ് പറയുന്ന നുണയാന്ന് സാറിന്റെ മുഖം കാണുമ്പോ അറിയാലോ സർ. നോക്ക് സർ, സാർ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും ഒന്നും കഴിക്കില്ല. അവിടെ ഗായത്രി അമ്മയും ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കില്ല. നമ്മളുടെ രണ്ടാളുടെ വിഷമങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിൽ എന്തിനാ സർ ഇവരെയൊക്കെ ഉൾപ്പെടുത്തി വിഷമിപ്പിക്കുന്നത്? ശരി, താൻ പോയി കഴിക്കാം, ഞാൻ കഴിച്ചോളാം. സർ, സാർ ഇങ്ങനെ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്ന കരുതിയാണോ? സാർ ആഹാരം കഴിക്കുന്നത് എനിക്ക് കാണണം. ഗായത്രി അമ്മയ്ക്കും സാർ ആഹാരം എടുത്ത് കൊടുക്കണം. ശരി, ഞാൻ അമ്മയ്ക്കും ആഹാരം എടുത്ത് കൊടുത്തോളാം. ഡോണ്ട് വറി. അങ്ങനെ പറഞ്ഞാ പോരാ. സാറ് വീഡിയോ കോൾ കട്ട് ചെയ്യണ്ട. അമ്മയ്ക്ക് ആഹാരം എടുത്ത് കൊടുത്ത് സാറും അമ്മയും ഡിന്നർ കഴിക്കുന്നത് എനിക്ക് കാണണം. അമ്മ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് ആഹാരം കഴിക്കാം. വേണ്ട മോനെ, എനിക്ക് തീരെ വിശപ്പില്ല. മോൻ കഴിച്ചോ? പറ്റില്ല അമ്മേ,
അമ്മ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ശ്രീലക്ഷ്മി സമ്മതിക്കില്ല. ശ്രീലക്ഷ്മിയോ? എവിടെ? ശ്രീലക്ഷ്മി മോള് വന്നോ? എപ്പോഴാ വന്നത്? എവിടെ ശ്രീലക്ഷ്മി മോള്? ഫോണിലേക്ക് നോക്കിയേ. മോളെ ശ്രീലക്ഷ്മി. എന്താ അമ്മ ഇത്? അമ്മയും കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും അമ്മ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മോളെ. മോൾ ഈ വീട്ടിൽ നിന്ന് പോയപ്പോ ഈ വീട്ടിലുള്ളവരെല്ലാം അനാഥരായതുപോലെ തോന്നുക അമ്മയ്ക്ക്. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു വിഷമം ഉണ്ടായിട്ടില്ല. നീ സ്നേഹം കൊണ്ട് ഈ അമ്മയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു മോള്. പെട്ടെന്ന് മോള് വീട്ടിലേക്ക് പോയപ്പോ അമ്മയ്ക്ക് മോള് തന്ന സ്നേഹം മുഴുവൻ നഷ്ടമാകുമോ എന്ന ഭയമുണ്ടാകുന്നു. എന്റെ അമ്മ ഇത്. ഞാനും എന്റെ സ്നേഹവും ഒരിക്കലും അമ്മയും രവിസാറിനെയും വിട്ട് അകന്നു പോവില്ല. എന്റെ അവസാനത്തെ ശ്വാസം വരെ എന്റെ സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾക്കുള്ളതാ. അമ്മ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കഴിക്കില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും വേണ്ട. അമ്മ കഴിക്കാം. മോനെ. ശ്രീലക്ഷ്മി, അമ്മയെ ആഹാരം കഴിക്കാൻ പോവാം. താൻ പോയി അച്ഛനും അമ്മയായിട്ട് ആഹാരം കഴിക്കാൻ നോക്ക. ശരി സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. അമ്മ ശ്രീലക്ഷ്മി മോളെ. ശ്രീ. ആ അമ്മേ, ദാ വരുന്നു. ഇരിക്ക്. സരോജം, ഈ ദോശയും ചമ്മന്തിയൊക്കെ മോൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ? എന്താ ശ്രീടച്ചനും അങ്ങനെ ചോദിച്ചത്? അല്ല, നല്ല അസല് സ്വാദ്. തട്ടുകടയിൽ ഇതുപോലെ കൊടുത്താ കുറച്ച് കൂടുതൽ ആളുകൾ വന്നേനെ. എങ്കിലേ നിങ്ങൾ അങ്ങനെ ഒരുപാട് ആസ്വദിക്കണ്ട. ഇതേ ഞാൻ മോക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അയ്യോ അമ്മേ, പാവ അച്ഛനും കൂടി കൊടുക്ക്. അച്ഛന് ഒത്തിരി ഇഷ്ടമല്ലേ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം. കൊളസ്ട്രോളും BP ഒക്കെ ഇപ്പൊ കുറച്ച് കൂടുതലാ മോളെ. ആഹാരത്തിന് ഇത്തിരി കൺട്രോള് വേണോന്ന് കഴിഞ്ഞ തവണ ആശുപത്രി പോയപ്പോഴും ഡോക്ടർ പറഞ്ഞതാ. അത് വല്ലത് ഈ ചെവിക്കകത്ത് കയറുവോ? കയറിയാല് അപ്പുറത്തെ ചെവിക്കൂടെ പുറത്തോട്ട് പോകും. സരോജം, മിണ്ടായിരുന്നു കഴിക്കും മനുഷ്യ. ഓഹോ, അപ്പൊ അമ്മയും മോളും ഒറ്റക്കെട്ടായ? അമ്മ പറഞ്ഞത് കാര്യമില്ല അച്ഛാ. പ്രായമായി വരുമ്പോ നമ്മൾ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം. ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ അളവിന് കഴിക്കണം. നീ ഇത് ആരോടാ മോളെ പറയുന്നേ? നല്ല എരിവും പുളി ചേർത്ത് ഒരു കറി വെച്ചാലേ 2 പ്ലേറ്റ് ചോറ് കഴിക്കും മനുഷ്യൻ. സരോജം, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കേ. മോളെ ശ്രീലക്ഷ്മി, അച്ഛന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇവള് വെറുതെ പറയണല്ലേ. നല്ല എരിവും പുളിയും ചേർത്ത് നിന്റെ അമ്മ കറിയുണ്ടാക്കിയ ഞാനല്ല ആരായാലും 1 പ്ലേറ്റ് ചോറ് കൂടുതൽ ഉണ്ണും. ഇവൾക്ക് കുറച്ച് കൈപുണ്യം കൂടുതലാണെന്നുള്ള അഹങ്കാരം ഈയിടെ കൂടുതലാ. എടീ, ഈ ആഹാരത്തിന് സ്വാദ് കൂടുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ സരോജം? എന്റെ മോളുടെ കയ്യിൽ നിന്ന് 1 പിടി ചോറ് കഴിക്കുമ്പോഴാ ആഹാരത്തിന് സ്വാദ് കൂടുന്നത്, അല്ലേ മോളെ? അങ്ങനെ നിങ്ങൾ മാത്രം സൂഹിക്കണ്ട മോളെ. അമ്മയ്ക്ക്
അയ്യോ, എന്ത് വഴക്കുണ്ടാക്കിയാലും പരസ്പരം അതെല്ലാം ക്ഷമിച്ച് മറന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും നിങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണോ ഞങ്ങളെന്നറിയില്ല. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ ഞങ്ങളെപ്പോലെ തന്നെ അവരും സന്തുഷ്ടരായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇണക്കങ്ങളും പിണക്കങ്ങളും വാശിയും താഴ്ന്നു കൊടുക്കലും മത്സരങ്ങളും സൗഹൃദങ്ങളുമായിരിക്കണം ദാമ്പത്യ ജീവിതം. മോൾക്കറിയോ, പരസ്പരം തോറ്റു കൊടുക്കും തോറും വിജയിക്കുന്ന ഒന്നേ ഉള്ളൂ, അതാണ് ദാമ്പത്യം. ചിലപ്പോ ഞാൻ ഇവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കും, ചിലപ്പോ അവളും. അപ്പൊ ആ വഴക്കുകൾ വലിയ ചിരികളിൽ അവസാനിക്കും. ഹലോ, കോച്ചിങ് ക്ലാസ് കഴിഞ്ഞെങ്കിലേ ഞാൻ മോക്ക് ഒരു പിടി ആഹാരം എന്റെ കൈ കൊണ്ട് കൊടുത്തോട്ടെ? ഓ, ബാ ബാ. ആ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? നമ്മളെ കഴിക്ക് കഴിക്ക് കഴിക്ക്. പപ്പടം വേണോ? എടുത്തോ. കുറച്ച് കഴിക്കാതെ പുളിയാണ്. ആ കുഴപ്പമില്ല. ശ്രീലക്ഷ്മി, 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 ശ്രീലക്ഷ്മി പേടിക്കണ്ട. ഇപ്പൊ എന്നെ ശ്രീലക്ഷ്മിക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. ഞാൻ കുറെ നേരമായി ഇവിടെ വന്നിട്ട്. ഉറങ്ങിക്കിടക്കുന്ന നിന്നെ കുറെ സമയം ഞാൻ നോക്കിയിരുന്നു. സംസാരം അകത്ത് വേണ്ടെന്ന് കരുതിയ ഞാൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചുണർത്തിയത്. എന്നത്തേക്കാളും സുരക്ഷിതമായി സമാധാനമായി ഇന്നാണ് ഈ അടുത്ത കാലത്തിനിടയ്ക്ക് നീ ഉറങ്ങുന്നതല്ലേ? നീ ഇവിടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ ഒരാൾ വർമ്മൻ വില്ലയിലുണ്ട്. ആ വീട്ടിൽ വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നിന്നെ മാത്രം ഓർത്തിരിക്കുന്ന, നിന്നെ മറക്കാത്ത, നീ മറക്കാത്ത ഒരാളുണ്ടിവിടെ. എനിക്ക് പകരം വന്ന നീ എന്നേക്കാൾ രവിയെ സ്നേഹിക്കുന്നുണ്ട്. രവി തിരിച്ചു. നിസ്സഹായ അവസ്ഥയിലായിരുന്നതുകൊണ്ടാവും നീ ഇറങ്ങിപ്പോരാൻ തുടങ്ങിയപ്പോ രവി തടയാത്തത്, നിന്റെ തീരുമാനത്തിനൊപ്പം നിന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയോ ശ്രീലക്ഷ്മിക്ക്? സ്വന്തം ഇഷ്ടത്തെക്കാളും സമാധാനത്തെക്കാളും നിന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം തരുന്നതുകൊണ്ട്. രാജനന്ദനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്നിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി. പലരുടെയും കണ്ണിലെ കരടായി ഞാൻ മാറി. രവി സാറിന് പോലും സമാധാനം കിട്ടില്ലെന്ന് തോന്നിയപ്പോഴാ എനിക്ക് അവിടം വിട്ട് വരേണ്ടി വന്നത്. എന്നെ നോക്കിയാണ് പലരും പലതും പറയുന്നതെങ്കിലും ആ മൂർച്ചയുള്ള വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത് സാറിന്റെ നെഞ്ചിലേക്കാണ്. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ പല ആവർത്തി ഞാൻ തീരുമാനിച്ചതാ.
പക്ഷെ രാജനന്ദിനിക്ക് തന്ന വാക്ക്, ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനൊരു രവിസാറിൽ നിന്ന് പോലും എല്ലാം ഒളിപ്പിച്ചത്. എല്ലാം എനിക്ക് മനസ്സിലായി ശ്രീലക്ഷ്മി. എന്റെ അവസ്ഥ നിനക്ക് വരരുത്. എന്നെ പിരിഞ്ഞപ്പോഴുള്ള അവസ്ഥ രവിക്കും. വളരെ കുറഞ്ഞ കാലയളവാണ് എന്റെയും രവിയുടെയും ജീവിതം. ആ കാലയളവിനുള്ളിൽ ഒരു ജന്മം മുഴുവനുള്ള സ്നേഹം രവി എനിക്ക് തന്നു. കൂടുതലായതുകൊണ്ടാവും എനിക്ക് രവിയുടെ സ്നേഹം ഇനിയും അനുഭവിക്കണമെന്ന് തോന്നിയതും ഞാൻ ശ്രീലക്ഷ്മിയായി പുനർജനിച്ചതും. എന്നാൽ ഇന്ന് ജീവന് തുല്യമായി കണ്ട് സ്നേഹിച്ച ശ്രീലക്ഷ്മി തന്നെ രവിയിൽ നിന്നും അകന്നു മാറി വന്നിരിക്കുന്നു. എനിക്കറിയാം ആ മനസ്സിന്റെ നീറ്റൽ. ഇതൊന്നും എനിക്കറിയാത്തതല്ല. രാജനന്ദിനെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവണമെങ്കിൽ കുറച്ച് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും. ഇപ്പോഴുള്ള ഈ പിണക്കവും ചേർത്ത് അന്ന് ഞാൻ സാറിനെ സ്നേഹിച്ചോളാം. ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. എന്നാൽ രവിക്ക് സംഭവിച്ചതും സംഭവിക്കുന്നതും എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അറിയുന്നില്ല. ആ കാരണം കൊണ്ട് ശ്രീലക്ഷ്മിയെ പിരിഞ്ഞിരിക്കാൻ ഒരിക്കലും രവിക്കാവില്ല. നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഒന്നിനെക്കുറിച്ചും ഇനി നിന്നോട് ചോദിക്കില്ല. നീയും രവിയും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മടങ്ങിപ്പോകാൻ. രവിക്ക് ശ്രീലക്ഷ്മിയോട് ഇപ്പോഴും എത്രമാത്രം സ്നേഹമുണ്ടെന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. നാളെ തന്നെ അത് ശ്രീലക്ഷ്മിക്ക് അറിയാൻ പറ്റും. നാളെയോ? അതെ, ശ്രീലക്ഷ്മിക്ക് സന്തോഷം കിട്ടുന്ന ഒരു സംഭവം നാളെ ഇവിടെ നടക്കും. ഈ വീട് അതിന് സാക്ഷിയാകും. സരോജം, സരോജം, നേരെ ഒരുപാടായി. ആരോ ബെല്ലടിക്കുന്നു. ഇതാരാ ഇത്ര രാവിലെ? ചിലപ്പോ പാല് കൊണ്ടുവന്ന പെണ്ണായിരിക്കും. ഈ ആഴ്ചത്തെ പൈസയും കൊടുത്തിട്ടില്ല. എന്നാ നിങ്ങൾ ചെന്ന് കാര്യം അന്വേഷിക്കേ. ഈ വക ഇടപാടുകൾ നീയല്ലേ കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് നീ എന്നെ പോയി തീർത്താ മതി. ആ ചെല്ല് ചെല്ല്. അയ്യോ, രവി സാറോ? ശ്രീടച്ച, ശ്രീടച്ച, സാറെന്താ രാവിലെ? അയ്യോ, രവി സാറോ? അതേക്ക് വരും സാർ. വാ വാ.